വിചിന്തനം 3. വിജയപ്രദമായി അവതരിപ്പിക്കേണ്ട റോൾ. ആരാധനാ ക്രമവത്സരമനുസരിച്ച് ആഗമനകാലത്തിലാണല്ലോ നാം. ആഗമനകാലം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ആഗമനത്തിന്, യേശുവിൻ്റെ ജനനത്തിന് വേണ്ടി ഏറ്റവും അടുത്ത ഒരുക്കം. ഈ ഒരുക്കത്തിന് വേണ്ടി സഭ മാറ്റിവെച്ചിരിക്കുന്നത് 4 ആഴ്ചകളാണ്. ഓരോ ആഴ്ചയിലും ശ്രദ്ധേയമായിട്ടുള്ള ചില ആശയങ്ങൾ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി സഭ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ ആഴ്ച യേശുവിനെ അവതരിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട യോഹന്നാൻ മാംദാനയുടെ ജനനത്തെ സംബന്ധിച്ചുള്ള പ്രവചനമാണ് ആദ്യത്തെ ആഴ്ച നമ്മുടെ ധ്യാന വിഷയം. രണ്ടാമത്തെ ആഴ്ച സാക്ഷാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ചുള്ള സന്ദേശം പരിശുദ്ധ കന്യകാമറിയത്തിന് കൈമാറുന്നത്. മൂന്നാമത്തെ ആഴ്ച വലിയ നാടകീയ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് യോഹന്നാൻ മാംദാനയുടെ ജനനം. നാലാമത്തെ ആഴ്ച മണ്ണിനെയും വിണ്ണിനെയും വിസ്മയിപ്പിച്ചുകൊണ്ട് സാക്ഷാൽ യേശുക്രിസ്തുവിന്റെ ജനനം. ഈ 4 ആശയങ്ങളാണ് ഈ ആഗമനകാലം വർഷങ്ങളായി നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സഭ കൊണ്ടുവരുന്നത്. ആവർത്തനം കൊണ്ട് ഒരു കാര്യം വിരസിതമാകും എന്ന് വരികിൽ അത് ഇവിടെയും സംഭവിക്കാം. എല്ലാ വർഷവും ഈ 4 വിഷയങ്ങൾ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ചിന്തയ്ക്കായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുക പതിവ്. അതുകൊണ്ട് ആവർത്തനം കൊണ്ട് വിരസമാകാവുന്നു എന്ന് വരികിൽ ആ വിരസത മാറ്റേണ്ടത് ഞങ്ങളെപ്പോലെയുള്ളവരുടെ വൈദിക ധർമ്മത്തിന്റെ പൗരോഹിത്യ ചുമതലയാണ് എന്ന ഒരു കാഴ്ചപ്പാടുമാണ് എനിക്കുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സുവിശേഷ സന്ദേശമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അല്പം വ്യത്യാസപ്പെട്ട ഒരു രീതി ഞാൻ അവലംബിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയും ഏകാഗ്രതയും ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. സുവിശേഷകനായ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നു, പ്രത്യേകം തെരഞ്ഞെടുത്ത് ഒരുക്കി പരിശീലിപ്പിച്ച് അയക്കപ്പെട്ട ഒരു വ്യക്തിയാണ് യോഹന്നാൻ മാംദാന. അത് പ്രത്യേക ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി അയക്കപ്പെട്ടവനാണ് യോഹന്നാൻ. യോഹന്നാന്റെ ദൗത്യം എന്തായിരുന്നു? യേശുവിനെ ജനതാഹൃദയത്തിൽ, ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കണം. യോഹന്നാന്റെ ദൗത്യം അതായിരുന്നു. അതിനുവേണ്ടി യോഹന്നാൻ പൂർണ്ണാർത്ഥത്തിൽ ഒരുങ്ങി, സമൂലം ഒരുങ്ങി. ആകൃതിയിലും പ്രകൃതിയിലും എന്നല്ല വാക്കിലും പ്രവർത്തനത്തിലും എന്നല്ല ജീവിതം മുഴുവനും അതിനുവേണ്ടി ഒരുങ്ങി യേശുവിനെ ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി രംഗത്ത് വന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യം അല്പം കൂടി വിശദീകരണം ആവശ്യപ്പെടുന്നതായിട്ട് തോന്നുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലീഷുകാരനായിട്ടുള്ള റിച്ചാർഡ് ആറ്റംബോറോയ്ക്ക് ഒരു ചിന്ത ഉള്ളിൽ വന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് ഒരു ചിത്രം പിടിക്കണം, ഒരു സിനിമയുണ്ടാക്കണം. ഇംഗ്ലീഷുകാരനായിട്ടുള്ള റിച്ചാർഡ് ആറ്റംബോറോയ്ക്ക് മനസ്സിലുണ്ടായ ഒരു അഭിനിവേശമാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചലച്ചിത്രം നിർമ്മിക്കണം. ആഗ്രഹം ശക്തമായി, ആഗ്രഹം തീരുമാനമായി.
അങ്ങനെ അദ്ദേഹം അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. പക്ഷെ മഹാത്മാഗാന്ധിയുടെ ചലച്ചിത്രം പിടിക്കണമെന്ന് വരികിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട റോളായിരിക്കുന്ന മഹാത്മാഗാന്ധിയെ ആര് അവതരിപ്പിക്കും? ഇതായിരുന്നു റിച്ചാർഡ് ആറ്റംബോറോയുടെ മനസ്സിൽ ശക്തമായിട്ട് അങ്ങനെ അടിച്ച് അലകളുണ്ടാക്കിയത്. അദ്ദേഹം പലരെയും കണ്ടു, പലരുമായിട്ട് സംഭാഷണത്തിലേർപ്പെട്ടു. അവസാനം ബെൻ കിങ്സ്ലി എന്ന് പറയുന്ന ഒരു വിദ്വാനെ ആറ്റൻബോറോ കണ്ടുപിടിച്ചു. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് മനസ്സിന് ഇണങ്ങി. ബെൻ കിങ്സ്ലിയെ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിൽ മഹാത്മാഗാന്ധിയായിട്ട് അഭിനയിക്കാൻ ആ ഒരു റോള് ബെൻ കിങ്സ്ലിക്ക് ആറ്റംബോറോ നൽകി. അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്തു. മാസങ്ങളായിട്ട് അദ്ദേഹം മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് വിവരങ്ങൾ അന്വേഷിച്ചു. അദ്ദേഹം മഹാത്മാഗാന്ധിയെ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തെപ്പറ്റി എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ പഠിച്ചു, ലേഖനങ്ങൾ വായിച്ചു, നേരിട്ടിട്ട് കണ്ടിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് അവരോട് അഭിമുഖം നടത്തി. മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപം ബെൻ കിങ്സ്ലി ഹൃദയത്തിൽ ആവസിച്ചെടുത്തു. അദ്ദേഹം ചലച്ചിത്രത്തിൽ വേഷം കെട്ടി. ഗംഭീരമായിരുന്നു ആ റോള്. ലോകത്തിന്റെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ആ ചലച്ചിത്രം വിജയിച്ചു. മഹാത്മാഗാന്ധിയെ ആവസിച്ച് മഹാത്മാഗാന്ധിയെ അവതരിപ്പിക്കാൻ വേണ്ടി ബെൻ കിങ്സ്ലി പെട്ട പാട് അദ്ദേഹത്തിനെ അറിയുള്ളൂ. അദ്ദേഹത്തിന്റെ ഏറ്റവും കൂട്ടുകാർക്കും അറിയാമായിരിക്കും. അദ്ദേഹം അത് വിജയപ്രദമായ രീതിയിൽ ചലച്ചിത്രത്തിൽ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന് അതിന് അംഗീകാരവും ലഭിച്ചു. ഇത് നമ്മുടെ മറ്റൊരു ചിത്രം, ശ്രദ്ധേയമായിട്ടുള്ളൊരു ചിത്രം. ഡോക്ടർ അംബേദ്കർ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ആ ഡോക്ടർ അംബേദ്കറിനെ സംബന്ധിച്ച് ഒരു ചലച്ചിത്രം ഉണ്ടാക്കാൻ ഒരു വിദ്വാൻ അങ്ങനെ മനസ്സിലൊരു തോന്നല്. ആരഭിനയിക്കും അംബേദ്കറായിട്ട്? കേരളത്തിന്റെ സൂപ്പർ താരമായിട്ടുള്ള മമ്മൂട്ടിയെ കണ്ടുപിടിക്കുന്നു. മമ്മൂട്ടി ആ റോള് ഏറ്റെടുക്കുന്നു. ആ ദൗത്യം സുന്ദരമായ രീതിയിൽ അദ്ദേഹം ചലച്ചിത്രത്തിൽ ആവിഷ്കരിക്കുന്നു. അദ്ദേഹത്തിന് ദേശീയ അംഗീകാരം ആ ചലച്ചിത്രം നേടിക്കൊടുത്തു. ഇത് രണ്ടും അഭിനയമായിരുന്നു. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ബെൻ കിങ്സ്ലിയും മമ്മൂട്ടിയും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അവരെ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം വിജയപ്രദമായ രീതിയിൽ അവര് അവതരിപ്പിച്ചു. ദേശീയ അംഗീകാരം ലഭിച്ചു. യോഹന്നാൻ മാംദാനിയെ സംബന്ധിച്ച് ചിന്തിക്കുക. യോഹന്നാൻ മാംദാനിയും ഇങ്ങനെ യേശുവിനെ അവതരിപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ശ്രദ്ധേയനായിട്ടുള്ളൊരു വ്യക്തിയാണ്. കണ്ടുപിടിച്ചവൻ ഉടയതമ്പുരാനാണ്. ഉടയതമ്പുരാൻ കണ്ടുപിടിച്ചു യേശു ക്രിസ്തുവിനെ ജനങ്ങളുടെ ഇടയിൽ ആരവതരിപ്പിക്കും, എങ്ങനെ അവതരിപ്പിക്കും? യോഹന്നാൻ മാംദാനിയുടെ കാര്യം പറഞ്ഞു. യോഹന്നാൻ മാംദാന ആ റോൾ ഏറ്റെടുത്തു. ആ റോൾ ഏറ്റെടുത്തിട്ട് യേശുവിനെ യോഹന്നാൻ മാംദാന കണ്ടിട്ടുണ്ട്. ബെൻ കിങ്സ്ലി മഹാത്മാഗാന്ധിയെ കണ്ടിട്ടില്ല. മമ്മൂട്ടി ഡോക്ടർ അംബേദ്കറിനെ കണ്ടിട്ടില്ല. പറഞ്ഞു കേട്ടിട്ടുള്ളതും എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളും വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് ഉള്ളിൽ ആവസിച്ച് അതായിട്ട് അഭിനയിക്കുകയാണ് ചെയ്തത്. യോഹന്നാൻ മാംദാന യേശുവിനെ കണ്ടിട്ടുണ്ട്. കൂടുതൽ എളുപ്പമുണ്ടത്. യേശുവിനെ പറ്റി പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ അലയടിക്കുന്നു. യോഹന്നാൻ മാംദാനയുടെ എളുപ്പമാക്കി തീർത്തു അത്. അതിന്റെ അടിസ്ഥാനത്തില് ശരിക്ക് യേശുവിനെ ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കാൻ യോഹന്നാന് സാധിച്ചു. വിജയപ്രദമായ രീതിയിൽ. അംഗീകാരം പ്രാദേശിക അംഗീകാരമല്ല, ദേശീയ അംഗീകാരമല്ല, ഒരു വിശ്വപ്രതിഭാസമായിട്ട് യോഹന്നാനെ ഉടയതമ്പുരാൻ സാക്ഷ്യപ്പെടുത്തുന്നു. സാക്ഷാൽ യേശുക്രിസ്തു തന്നെ യോഹന്നാനെ സാക്ഷ്യപ്പെടുത്തുന്നു. യോഹന്നാൻ അഭിനയിക്കുകയല്ല, ജീവിക്കുകയായിരുന്നു. കുറിനരികൾക്ക് മാളങ്ങളുണ്ട്,
പറവകൾക്ക് കൂടുകളുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞിട്ടുള്ള യേശുക്രിസ്തുവിനെ ജനങ്ങളുടെ ഇടയിൽ യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചു യോഹന്നാൻ മാംദാന. മലയോരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന യേശുവിനെ യഥാർത്ഥത്തിൽ ആവസിച്ച് ക്രിസ്തുവിന്റെ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനതാമധ്യയെ അവതരിപ്പിച്ചു യോഹന്നാൻ മാംദാന. കടലോരങ്ങളിൽ പ്രസംഗിക്കുന്ന യേശുവിനെ യോർദാൻ നദിയുടെ തീരത്ത് തട്ടകം അടിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ യേശുവിനെ ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിച്ചു. പാവപ്പെട്ടവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച യേശുവിനെ പക്ഷം ചേർന്നുകൊണ്ട് പാവങ്ങളോടുകൂടിയുള്ള ആ പ്രവർത്തനമാണ് മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ മാനം നിർണയിക്കുന്നത് എന്ന് പട്ടാളക്കാരെയും ജനസമൂഹങ്ങളെയും യോഹന്നാൻ മാംദാന പഠിപ്പിച്ചു. യേശുവിനെ അവതരിപ്പിക്കുകയായിരുന്നു യോഹന്നാൻ. ഇവരൊക്കെ ജീവിതത്തിൽ നേടി. ബെൻസ് കിൻസ്ലി ലോകത്തിന്റെ അംഗീകാരം പിടിച്ചുപറ്റി. മമ്മൂട്ടി ദേശത്തിന്റെ അംഗീകാരം പിടിച്ചു കിട്ടി. യോഹന്നാൻ മാംദാന ഉടയതമ്പുരാന്റെ അംഗീകാരവും പിടിച്ചു. ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ കാര്യം മക്കളെ? ഇതാണ് എന്റെ ചിന്ത. ഇതിങ്ങനെ യോഹന്നാൻ നന്നായി അഭിനയിച്ചു, യേശുവിനെ അവതരിപ്പിച്ചു, വിജയിച്ചു, നല്ലത്. മമ്മൂട്ടി അംബേദ്കറിനെ അഭിനയിച്ചു, വിജയിച്ചു, അതും വിശേഷം. ബെൻ കിൻസ്ലി മഹാത്മാഗാന്ധിയെ അവതരിപ്പിച്ചു, അഭിനയിച്ചു, വിജയിച്ചു, വളരെ വിശേഷം. ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് തീരെ മെച്ചമില്ല എന്നല്ല, മെച്ചമുണ്ട്. പക്ഷെ നമുക്കില്ലേ ജീവിതത്തിൽ അവതരിപ്പിക്കാൻ റോളുകളൊന്നും? നമുക്കില്ലേ ജീവിതത്തിൽ വിജയപ്രദമായ രീതിയിൽ ജീവിതത്തിൽ അവതരിപ്പിക്കാൻ എന്തെങ്കിലും റോളുണ്ടോ? ചിന്തിക്കേണ്ട രീതി ഇതാണ്. എന്ത് റോളാണ് നമുക്ക് അവതരിപ്പിക്കാനുള്ളത്? അല്പം സാഹിത്യകാരന്മാരും അല്ലെങ്കിൽ ചില ചിന്തകന്മാരും ഒക്കെ പറയുന്നത് ജീവിതം നാടകമായിട്ട് ബന്ധിക്കണമെന്നൊക്കെയല്ലേ. ഈ നാടകത്തിന്റെ വിശാലാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ, ജീവിതമാകുന്ന നാടകത്തിന്റെ വിശാലാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അഭിനയിച്ച് വിജയിക്കാനുള്ള റോൾ എന്താ? നമുക്ക് അവതരിപ്പിക്കാനുള്ള റോൾ എന്താ? അല്പം കൂടി വിശാലമായിട്ട് ചിന്തിച്ചാൽ ഒരു മനുഷ്യന്റെ റോള് നമുക്ക് അഭിനയിക്കാനുള്ളത്, ഒരു നല്ല മനുഷ്യന്റെ റോള് നമുക്ക് അഭിനയിക്കാനുള്ള ഒരു നല്ല മനുഷ്യന്റെ റോള്, നീതിബോധമുള്ള ഒരു നല്ല മനുഷ്യന്റെ റോള്, ധർമ്മനിഷ്ഠമായിട്ടുള്ളൊരു നല്ല മനുഷ്യന്റെ റോള്, ധാർമ്മികതയുള്ള ഒരു നല്ല മനുഷ്യന്റെ റോള്, സഹിഷ്ണുത പുലർത്തുന്ന ഒരു നല്ല മനുഷ്യന്റെ റോള്, കള്ളത്തരം കാണിക്കാത്ത ഒരു നല്ല മനുഷ്യന്റെ റോള് നമുക്ക് അഭിനയിച്ച് അവതരിപ്പിച്ച് നമുക്ക് വിജയിക്കാനുണ്ട്. ഇതല്ലേ മനുഷ്യനായിട്ട് നാം ഈ ലോകത്തിലേക്ക് വരുമ്പോ ഉടയതമ്പുരാൻ സൃഷ്ടികർത്താവ് നമ്മിൽ വെച്ചിരിക്കുന്ന വിശാല അർത്ഥത്തില് നമ്മൾ അഭിനയിക്കേണ്ട റോള്? അത് മാത്രമാണോ? നമ്മെ സംബന്ധിച്ച് യേശുവിൽ വിശ്വസിക്കുന്ന നല്ല മനുഷ്യനാണ് നമ്മള്. യേശുവിൽ വിശ്വസിക്കുന്ന നല്ല മനുഷ്യരാകുമ്പോ നല്ല ക്രിസ്ത്യാനിയായി തീർന്നു. നമുക്ക് അഭിനയിക്കാനുള്ള റോൾ അതാണ്. ഒരു നല്ല മനുഷ്യനായിട്ട് എങ്ങനെ നമുക്ക് ജീവിതത്തിൽ അഭിനയിക്കാം, ജീവിക്കാൻ സാധിക്കുമെന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി ജീവിതത്തിൽ ആലോചന തുടങ്ങി. അദ്ദേഹം ഓക്സ്ഫോർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ ആലോചന തീവ്രമായത്. ഒരു നല്ല മനുഷ്യനായിട്ട് സമൂഹത്തിൽ എങ്ങനെ ജീവിക്കാം? ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ എന്ത് ഞാൻ ചെയ്യണം? ഗാന്ധിജി തലപുകഞ്ഞ് ആലോചിച്ചു. അപ്പോഴാണ് ഗാന്ധിയുടെ മനസ്സിലേക്ക് കയറി വരുന്നത്, ഒരു നല്ല മനുഷ്യൻ ഈ ലോകത്തിലുണ്ടായി. ആ നല്ല മനുഷ്യനായിരുന്നു യേശു ക്രിസ്തു. യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല മനുഷ്യനായിട്ടുള്ള ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഗാന്ധിജി യേശു ക്രിസ്തുവിനെ കൂടുതൽ പഠിച്ചു, യേശു ക്രിസ്തുവിനെ പറ്റിയിട്ട് കൂടുതൽ ധ്യാനിച്ചു, യേശു ക്രിസ്തുവിനെ ഭാവങ്ങൾ ഉൾക്കൊള്ളാൻ ഗാന്ധിജി തയ്യാറായി. അങ്ങനെ യേശുഭാവം മഹാത്മാഗാന്ധി ഉൾക്കൊണ്ടു. ഹൈന്ദവനായിരിക്കെ യേശുവിനെ ലോക ജനങ്ങളുടെ മുമ്പിൽ വിജയപ്രദമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. ജീവിതത്തിൽ യേശുവിന്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ യേശുവായിട്ട് യേശുഭാവം അവതരിപ്പിക്കാൻ മഹാത്മാഗാന്ധിക്ക് സാധിച്ചു. ഇത് വെറുതെ പറയണതല്ല.
അദ്ദേഹം സാധുവായിട്ടുള്ള ടിക്കറ്റ്, എല്ലാവർക്കും എടുക്കാവുന്ന ടിക്കറ്റ് അദ്ദേഹവും എടുത്ത് തീവണ്ടിയിൽ യാത്ര, കാശ് മുടക്കി ടിക്കറ്റ് എടുത്തിട്ട് തീവണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്. യാത്രയുടെ മധ്യേ ഒരു വെള്ളക്കാരൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, താങ്കൾക്ക് ഇതിൽ യാത്ര ചെയ്യാൻ അനുവാദമില്ല. ഗാന്ധിജി പറയുന്നു, എനിക്ക് ടിക്കറ്റ് ഉണ്ടല്ലോ, ഞാനും കാശ് മുടക്കിയിട്ട് ടിക്കറ്റ് എടുത്തിരിക്കുന്നു, അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ഇതിൽ യാത്ര ചെയ്തുകൂടാ? അദ്ദേഹം ആവർത്തിക്കുന്നു, ഇത് വെള്ളക്കാർക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന കമ്പാർട്ട്മെന്റാണ്, ഇതിൽ താങ്കൾക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ല. ഒരു തരത്തിലും അത് നീതിപൂർണമാണെന്ന് ഗാന്ധിജിക്ക് മനസ്സിലാക്കാൻ വിഷമം. ഗാന്ധിജി വീണ്ടും അതിനെ, ആ വെള്ളക്കാരന്റെ ആ പ്രഭാഷണത്തിനെ അംഗീകരിക്കാത്ത വിധത്തില് ന്യായങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വെള്ളക്കാരൻ ഗാന്ധിജിയെ പിടിച്ച് വലിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് തട്ടിത്തെറിപ്പിക്കുകയാണ്. ആ തട്ടിത്തെറിപ്പിച്ച് പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ഗാന്ധിജിയെ മർദ്ദിക്കുകയാണ് ആ വെള്ളക്കാരൻ. മർദ്ദിച്ച് മുന്നിലുള്ള പല്ലൊരെണ്ണം കൊഴിഞ്ഞു വീണു പ്ലാറ്റ്ഫോമില്. അത് കണ്ട് വേദനിക്കുന്ന അപമാനിതനായിട്ടുള്ള ഗാന്ധിജി ആ സായിപ്പിനോട്, വെള്ളക്കാരനോട് ചോദിക്കുക, സാറിന്റെ കയ്യിന് എന്തെങ്കിലും പരിക്ക് പറ്റിയോ എന്റെ പല്ല് കൊണ്ടിട്ട്? ഗാന്ധിജിക്ക് ഇത്രയേറെ സംയമനം ലഭിച്ചത്, നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് യേശുക്രിസ്തുവിന്റെ മാതൃക യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ മനസ്സിലേക്ക് ആവസിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംയമനത്തോടു കൂടി ഗാന്ധിജിക്ക് ആ വെള്ളക്കാരനോട് ചോദിക്കാൻ സാധിച്ചത്. ക്രിസ്ത്യാനികളായിട്ടുള്ള നമുക്ക് നമ്മൾ എന്തായിരിക്കും ചോദിക്കുക? നമ്മൾ എങ്ങനെയായിരിക്കും പെരുമാറുക? യഥാർത്ഥത്തിൽ നമ്മൾ ആരെയാണ് അവതരിപ്പിക്കേണ്ടത്? ആരെ അവതരിപ്പിച്ച് വിജയിച്ചെങ്കിലാണ് നമ്മുടെ ജീവിതം വിജയിക്കുക. ഒരു ഹൈന്ദവനായിട്ടുള്ള മഹാത്മാഗാന്ധി യഥാർത്ഥത്തിൽ ഹൈന്ദവനായിരിക്കെ തന്നെ നല്ല മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയിട്ട് യേശുവിന്റെ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചപ്പോ അദ്ദേഹം മഹാത്മാവായി. ഇന്ത്യയിൽ ഒരാളേ ഉള്ളൂ അങ്ങനെ. പക്ഷെ ഈ ഒരു സംഭവം മറ്റു പലരും, വിജ്ഞാനികളായിട്ടുള്ള പലരും പറഞ്ഞു, ഭോഷൻ, വിവരദോഷി, ഭീരുവായിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു ഗാന്ധിജിയെ സംബന്ധിച്ച്. ഗാന്ധിജി ആരെയാണ് അവതരിപ്പിക്കേണ്ടത്? ഗാന്ധിജിയുടെ ഉള്ളിൽ തളം കെട്ടി നിന്ന യേശുഭാവമായിരുന്നു ആ ക്ഷമ, ആ സഹനശീലം, അല്പം സഹിഷ്ണുത. ഇത് അവതരിപ്പിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അഭിനയിക്കുകയല്ല, ജീവിക്കുകയായിരുന്നു. പക്ഷെ അത് ജീവിക്കുമ്പോ ലോകം ആ മഹാത്മാഗാന്ധിനെ പുച്ഛിച്ചു. അവൻ വിവരദോഷിയ. പക്ഷേ ലോകം പിന്നീട് വിവരദോഷി എന്ന് പറഞ്ഞ ആളുകളെ ഒന്നും മഹാത്മാവാക്കിയില്ല. വിവരദോഷി എന്ന് ആരെ പറഞ്ഞു, ആ വ്യക്തിയാണ് മഹാത്മാവായിട്ട് തീർന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലും ഇത് തന്നെയല്ലേ കാണുന്നത്? വിവരദോഷി, വിവരമില്ലാത്തവൻ, ഭീരു, എന്തെല്ലാം തരത്തിലുള്ള അപവാക്യാദികൾ ഉണ്ടായി. പക്ഷേ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെയൊന്നും ഗാന്ധിജിക്ക് മാതൃകയാക്കാൻ സാധിച്ചില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നത് യേശുവിനെ ക്രിസ്ത്യാനി എന്ന നിലയിലെ, നല്ല മനുഷ്യരായിട്ടുള്ള ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക്, നല്ല ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമ്മുടെ യേശുവിനെയാണ് ഉൾക്കൊള്ളേണ്ടത്. യേശുവിനെയാണ് ലോകത്തിൽ അവതരിപ്പിക്കേണ്ടത്. ഒന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ രണ്ട് അങ്ങോട്ട് പറയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ തോന്നുന്ന നമ്മുടെ ആ മുഷട പ്രകൃതിയുടെ മുമ്പിൽ യേശുഭാവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ഇടവരുമ്പോ അല്പം സഹിക്കാൻ നമ്മൾ തയ്യാറാകും, അല്പം ക്ഷമിക്കാൻ നമ്മൾ ഒരുങ്ങും, അല്പം സഹിഷ്ണുത കാണിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരും. നേരെ മറിച്ച് ആരെങ്കിലും നമ്മൾക്ക് അല്പെങ്കിലും അംഗീകാരം ലഭിക്കേണ്ടവർക്ക് അംഗീകാരം ലഭിക്കാതിരുന്നാൽ തടഞ്ഞാൽ നമ്മൾ ആകെ വിജൃംഭിക്കുന്ന അവസരത്തില് നമ്മുടെ മാനുഷിക ബലഹീനത നമ്മളെ വിജൃംഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുമ്പോ യേശുഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ
തിരസ്കരണങ്ങളെ മഹത്വീകരണമാക്കാൻ സാധിക്കുന്ന പടവുകളാണിത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ ആരെയാണ് അവതരിപ്പിക്കേണ്ടത്? നമ്മൾ ആരെ അവതരിപ്പിച്ചാണ് ജീവിതത്തിൽ വിജയം നേടേണ്ടത്? തത്വത്തിൽ നമ്മൾ പറയും യേശുവിനെ അവതരിപ്പിക്കേണ്ടവരാണ് നമ്മളെന്ന്. എന്നാൽ സത്യത്തിലും തത്വത്തിലും അങ്ങനെ ആകാനുള്ള തീവ്രമായ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളതല്ലേ ഈ ഒരുക്കത്തിന്റെയൊക്കെ ആകത്തുക. ഏതാനും നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലി, ഏതാനും നമ്മുടെ അഭ്യാസങ്ങൾ നടത്തി, ഏതാനും കൂടുതൽ നമ്മുടെ ഏതെങ്കിലും തരത്തിലെ ത്യാഗപ്രവൃത്തികൾ ചെയ്തു, ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് തമ്പുരാന് വേണ്ടി നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളായിട്ടാണ്. പക്ഷെ ഇതൊന്നും പ്രാർത്ഥനകളാകണമെന്നില്ല. പ്രാർത്ഥനകളാകണമെന്ന് ഒരിക്കൽ തമ്പുരാൻ നമ്മളിൽ പ്രവർത്തിക്കണം. അതിന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ തമ്പുരാന് വേണ്ടിയിട്ട് ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ പെട്ടതാണ് പ്രാർത്ഥന. നമ്മൾ തമ്പുരാന് വേണ്ടിയിട്ട് ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ പെട്ടതാണ് തപസ്. തമ്പുരാന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങള്. പക്ഷെ പ്രാർത്ഥനയാകണം എന്ന് വരികില് തമ്പുരാൻ നമ്മളിൽ പ്രവർത്തിക്കണം. അപ്പോ ആ തമ്പുരാന്റെ ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് പ്രാർത്ഥന. അതാണ് ദൈവ അനുഭവം എന്ന് പറയുക. അനുഭവം എന്ന് പറയുന്നത് വളരെ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന വാക്കുകളല്ലേ. നമ്മളൊരു തേങ്ങ പാകി അല്ലെങ്കിൽ ഒരു തയ്യവ് നമ്മൾ വാങ്ങി കുഴിച്ചിട്ടു, 5-8 വർഷം കഴിയുമ്പോ അത് കായ്ക്കാൻ തുടങ്ങി. നമ്മൾ എന്താ പറയുക? ആ തെങ്ങിൽ നിന്ന് അനുഭവം ഉണ്ടായി, അനുഭവം കിട്ടിത്തുടങ്ങിയെന്നല്ലേ പറയുക. നമ്മളൊരു പശുവിനെ വാങ്ങി, ആ പശുവിനെ പ്രസവിച്ചു, പാല് കിട്ടിത്തുടങ്ങി, ആ പശുവിൽ നിന്ന് അനുഭവം കിട്ടിത്തുടങ്ങിയെന്നല്ലേ നമ്മൾ പറയുക. നമ്മൾ ഒരാളെ പഠിപ്പിച്ചു, നമ്മുടെ പുത്രനാകട്ടെ പുത്രിയാകട്ടെ, ഒരു ജോലി കിട്ടി, ശമ്പളം കിട്ടിത്തുടങ്ങുമ്പോ അവനിൽ നിന്ന് അനുഭവം കിട്ടിത്തുടങ്ങി എന്നല്ലേ നമ്മൾ പറയുക. ഈ അനുഭവം തന്നെയാണ് നമുക്കും കിട്ടേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ അനുഭവം. ദൈവ അനുഭവം എന്ന് പറയാൽ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കിട്ടേണ്ടത്. നാളികേരം വിറ്റ് പൈസ കിട്ടുമ്പോ അത് അനുഭവം കിട്ടി എന്ന് പറയുന്ന പോലെ തന്നെ മകന്റെയോ മകളുടെയോ ശമ്പളം വാങ്ങുമ്പോ അവനിൽ നിന്നോ അവളിൽ നിന്നോ അനുഭവം കിട്ടി എന്ന് പറയുന്ന പോലെ തന്നെ, കൃഷി ചെയ്തിട്ട് വിളവെടുക്കുമ്പോ അത് അനുഭവം കിട്ടി എന്ന് പറയുന്ന പോലെ തന്നെ തമ്പുരാൻ നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു അനുഭവമാണ് ഈ പ്രാർത്ഥന കൊണ്ടുണ്ടാകേണ്ടത്. തമ്പുരാന് വേണ്ടിയിട്ട് ചെയ്യുന്ന നല്ല കാര്യങ്ങളല്ല പ്രാർത്ഥന. ഞാൻ ആവർത്തിക്കുന്നു, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യരൊക്കെ ചെന്ന് ചേർന്നിരിക്കുന്നത് തമ്പുരാന് വേണ്ടിയിട്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ ഇന്നത് ചെയ്യണം, അന്ന് ചെയ്യണം, അത് ചെയ്യണം, ഇതൊക്കെ നല്ല കാര്യങ്ങള്. പക്ഷെ തമ്പുരാൻ നമ്മൾ പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടെങ്കിലേ ദൈവത്തിന്റെ അനുഭവമുള്ളൂ. യേശുക്രിസ്തു നമ്മളിൽ പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിലേ യേശുക്രിസ്തുവിന്റെ അനുഭവം നമുക്കുണ്ടാകുള്ളൂ. ഇതാണ് നമുക്ക് ജീവിക്കാൻ അവതരിപ്പിക്കാൻ സാധിക്കേണ്ടത്. അല്ലാതെ ഉരുവിട്ടത് കൊണ്ട് യേശുവിന്റെ അനുഭവം ഉണ്ടാകില്ല. സാധാരണ രീതിയിൽ മമ്മൂട്ടിയുടെയും കിൻസ് ബെൻസ്ലിയുടെയും ഒക്കെ രീതിയിൽ അഭിനയിക്കാൻ ഒരു പക്ഷേ നമുക്ക് സാധിച്ചേക്കാം. യോഹന്നാൻ മാംതനിയുടെയും മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അനുഭവം ഉണ്ടാകണം. അനുഭവം കിട്ടിത്തുടങ്ങണം. ഈ അനുഭവം കിട്ടിത്തുടങ്ങണം എന്ന് ഒരിക്കലേ അനുഭവിക്കുമ്പോഴേ അനുഭവം കിട്ടിത്തുടങ്ങുള്ളൂ. അപ്പൊ ദൈവത്തെ യേശുവിനെ നമ്മൾ പ്രതിദാനം ചെയ്യണം. യേശുവിനെ പ്രതിദാനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ സാങ്കേതിക അർത്ഥമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു മനുഷ്യനായിട്ട്, നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് അങ്ങനെ ജീവിക്കുമ്പോ ഇതൊക്കെ നമുക്ക് വേറെ റോളുകൾ ഇങ്ങനെ നൽകപ്പെടുകയാണ്. ഇങ്ങനെ നമ്മൾ ജീവിക്കാൻ പരിശ്രമിക്കുമ്പോ നമുക്ക് വേറെയും പ്രത്യേക റോളുകള് നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് വന്നുകൂടുന്നു. എന്നെ സംബന്ധിച്ച് ഒരു വൈദികന്റെ റോള്, ഞാൻ നല്ല മനുഷ്യനാകണം, യേശുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിയാകണം. അങ്ങനെ ജീവിക്കുന്ന അവസരത്തിലുണ്ട് എനിക്ക് പ്രത്യേകമായിട്ടൊരു റോള് വന്നു ചേരുന്നു. ഞാൻ ഒരു വൈദികനാണ്, ഒരു പുരോഹിതനാണ്. ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് ഞാൻ ആരെയാണ് പ്രതിഫലിക്കേണ്ടത്? യേശുവിനെ എന്റെ ജീവിതത്തിലേക്ക് പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം തീവ്രമായ ഒരു പരിശ്രമം, അതിനുള്ള ഒരുക്കം, അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടെങ്കിലേ ഞാൻ എന്റെ ജീവിതത്തിൽ വിജയിക്കൂ. വേറെ ചിലർക്ക് സന്യസ്ത റോളായിരിക്കാം,
ഒരു സന്യാസി എന്ന നിലയിൽ യേശുവിനെ സമൂഹ മധ്യയെ അവതരിപ്പിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്ന് വരികിൽ ആ വ്യക്തിയുടെ ജീവിതം പരാജയപ്പെട്ടു, അംഗീകൃതമാകില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വേറെ ചിലർക്ക് കുടുംബനാഥനായിട്ടായിരിക്കാം, കുടുംബനാഥിയായിട്ടായിരിക്കാം, മക്കളായിട്ടായിരിക്കാം, മരുമക്കളായിട്ടായിരിക്കാം. ഈ കുടുംബനാഥനും കുടുംബസ്ഥരായിട്ട് എനിക്ക് ആ റോള് ഭംഗിയായിട്ട് യേശുവിനെ അവതരിപ്പിക്കാൻ സാധിക്കണം. കുടുംബനാഥൻ എന്ന നിലയിൽ ഞാൻ എന്ത് ജോലിയാകട്ടെ, മത്സ്യബന്ധനമാകട്ടെ, കൂലി ജോലിയാകട്ടെ, കൂലിപ്പണിയാകട്ടെ, ഒരു കമ്പനിയിലുള്ള ഫാക്ടറിയിലെ മാനേജരാകട്ടെ, ക്ലർക്കാകട്ടെ, ഏതെങ്കിലും ജോലികളാകട്ടെ, ഈ ജോലി ചെയ്തുകൊണ്ട് യേശുവിനെ എനിക്ക് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കണം. എങ്ങനെ? യേശുവിന്റെ മൂല്യങ്ങള് എന്റെ ജീവിതത്തിലെ അത് ഉൾക്കൊള്ളാൻ സാധിക്കണം എന്നർത്ഥം. യേശുവിന്റെ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ അല്പം ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിലെ അരമണിക്കൂറല്ല, ഒരു മണിക്കൂറല്ല, ഒരു നാടകത്തിലെ വേഷം കെട്ടുന്ന രീതിയല്ല, ജീവിതത്തിലെ അല്പം കൂടി ക്ഷമ കൊണ്ടുവരാൻ സാധിക്കുക. ദേഷ്യപ്രകൃതിക്കാരായിട്ടുള്ള ആളുകൾക്ക് അല്പം ക്ഷമയുടെ ഭാവം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം. വൈരാഗ്യം ആളിക്കത്തുന്ന ആളുകൾക്ക് അല്പം സഹിഷ്ണുതയുടെ ഭാവം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക. ചില കാര്യങ്ങൾ കാണുമ്പോൾ കള്ളത്തരം കാണിച്ചെങ്കിലേ ഇവിടെ വിജയിക്കുള്ളൂ എന്നുള്ള ശക്തമായിട്ടുള്ള പ്രേരണ ഉള്ളിലുണ്ടാകുമ്പോ സത്യസന്ധമായിട്ട് പെരുമാറാൻ സാധിക്കുന്ന ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകുക. അതിന്റെ ഫലമായിട്ട് വിവരദോഷി എന്ന് സമൂഹം കുറ്റപ്പെടുത്തിയാലും തരക്കേടില്ല. ആ അപമാനം, അത് തിരസ്കരണം ഒരു തരത്തിലുള്ള മഹത്വീകരണത്തിന്റെ പടവുകളാണെന്ന് എണ്ണാനുള്ള ഒരു ഭാവം നമ്മളിൽ ഉണ്ടാകുക. കള്ളത്തരം കാണിക്കാതെ ജീവിക്കാൻ സാധിക്കുക. ജോലി ചെയ്തിട്ട് കൂലി വാങ്ങുന്ന, ജോലി ചെയ്തിട്ടേ ഞാൻ കൂലി വാങ്ങുള്ളൂ എന്നുള്ള രീതിയിലുള്ളൊരു നിഷ്ഠ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുക. കൂലി ആദ്യം പോരട്ടെ, ജോലി പിന്നീടാകാം എന്ന് പറയുന്ന ഒരു ചിന്തയ്ക്ക് പകരം ഞാൻ വാങ്ങുന്ന കൂലിക്ക് അർഹമായിട്ടുള്ള ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വലിയ ഉറപ്പ്, ചങ്കിന്റെ ഉറപ്പ്, കരളിന്റെ ഉറപ്പ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകുക. ഇതാണ് ക്രിസ്തുവിനെ അവതരിപ്പിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം. ഇതാണ് ക്രിസ്തുവിനെ ജീവിതത്തിൽ അവതരിപ്പിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം. അല്ലാതെ കുറെ കേട്ടു, കുറെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. പല നല്ല കാര്യങ്ങളിലെ കൂട്ടത്തിൽ ഒരു നല്ല കാര്യമാണ് പ്രാർത്ഥന. പല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു നല്ല കാര്യമാണ് നമ്മുടെ ഒരു തപസ്. തമ്പുരാൻ നമ്മളിൽ പ്രവർത്തിക്കണം, അതാണ് പ്രാർത്ഥന. എങ്കിലേ തമ്പുരാന്റെ അനുഭവം നമ്മളിൽ കൂടെ ഉണ്ടാകുള്ളൂ. ഇതാണ് ജീവിതം. ഇതാണ് യഥാർത്ഥത്തിൽ യോഹന്നാൻ മാംദാന ചെയ്തത്. ഇതാണ് മഹാത്മാഗാന്ധി ചെയ്തത്. തൽക്കാലത്തേക്കെങ്കിലും കിൻസ് ബെൻസിലെയും മമ്മൂട്ടിയും അവരുടെ കഥാപാത്രങ്ങളെ വിജയപ്രദമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചതും ആ കഥാപാത്രങ്ങളെ അവർ ഉൾക്കൊണ്ടുകൊണ്ടു. ബെൻസ് കിൻസ്ലിയുടെ ജീവിതത്തിലെ മഹാത്മാഗാന്ധി അവതരിപ്പിച്ച ആ സിനിമ കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ തന്നെ ഒരു വലിയ വ്യതിയാനം ഉണ്ടാകിയെന്ന് ഞാൻ മനസ്സിലാക്കി ഇടവന്നിട്ടുള്ളത്. ആ മഹാത്മാഗാന്ധിന്റെ സംയമനം, ആ ക്ഷമ, അത്രയേറെയുള്ള സഹിഷ്ണുത, അത്രയേറെ സത്യസന്ധത ജീവിതത്തിൽ അഭിനയിക്കാൻ കുറച്ച് മണിക്കൂറുകളെ അത് സാധിച്ചുള്ളൂ എന്ന് വരികിലും അതിനുള്ള ഒരുക്കം ആ ജീവിതത്തെ മാറ്റി. മമ്മൂട്ടിയുടെ ജീവിതത്തിലും ചില വ്യതിയാനങ്ങളൊക്കെ തൽക്കാലത്തേക്കെങ്കിലും ഉണ്ടായി കാണണം. ഡോക്ടർ അംബേദ്കറിന്റെ ആ ഭാവം ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉടയതമ്പുരാന്റെ യേശുക്രിസ്തുവിന്റെ ഭാവം നമ്മുടെ ജീവിതത്തിലെ അവതരിപ്പിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ തീർച്ചയായും നമ്മളിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? ഈ വ്യത്യാസമാണ് ഈ ആഗമനകാലം കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരുക്കം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ ജീവിച്ച് ഞാൻ അവതരിപ്പിക്കേണ്ട റോള് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ ആ മൂല്യങ്ങളാണ്, ആ സത്യസന്ധതയാണ്, ആ ക്ഷമയാണ്, ആ നീതിബോധമാണ്, ആ സഹനത്തിനോടുള്ള താല്പര്യമാണ്, ആ കാരുണ്യമാണ് എന്റെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കേണ്ടത് എന്ന സത്യം നമ്മൾ ഗ്രഹിച്ച് അതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുങ്ങുമ്പോൾ